വയനാട് പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് നിർമ്മാണം മാർച്ച് 27 തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ. തറക്കല്ലിടൽ മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് റവന്യൂ മന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചു. വയനാട് പുനരധിവാസത്തിൽ അനിശ്ചിതത്വം ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന റൂൾ 50 നോട്ടീസിൽ പ്രതികരിക്കുകയായിരുന്നു ഭൂമി ബോണ്ട് അനുസരിച്ച് 10 ദിവസത്തിനകം ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ നടപടി പോയി എന്ന് മാത്രമല്ല സാർ, ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. ദുരന്തബാധിതരുടെ ചികിത്സയ്ക്ക് പോലും സർക്കാർ പണം നൽകുന്നില്ലെന്നും സർക്കാരിന്റെ സാന്നിധ്യമെങ്കിലും ഇവിടെയുണ്ടോ എന്നും വിഷയമുന്നയിച്ച് ടി സിദ്ദിഖ് ചോദിച്ചു. വ്യാപാരികളും കർഷകരും അനുഭവിക്കുന്ന ദുരിതവും സിദ്ദിഖ് സഭയിൽ വിവരിച്ചു. സർ, ദുരന്തത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ആ പരിക്കേറ്റതായ ആളുകളുടെ തുടർ ചികിത്സ നിങ്ങൾ ആലോചിച്ച് നോക്കണം. സർ, ഫെബ്രുവരി മാസത്തിലാണ് അതിന്റെ ഒരു കരട് ഓർഡർ നിങ്ങൾ ഇറക്കുന്നത്. ഈ കഴിഞ്ഞ മാസം തുടർ ചികിത്സ സർ, എത്ര ആളുകളെ ചികിത്സക്ക് ഞങ്ങൾ ആശുപത്രിയിലേക്ക് വിളിച്ചു എന്നറിയോ? ഞാൻ സർക്കാരിന് മുമ്പിൽ അപേക്ഷ നൽകിയല്ലോ, ഞാൻ ബഹുമാന മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയല്ലോ, ഞാൻ ആരോഗ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞല്ലോ, നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താണ് സർ താമസം? എന്നിട്ടോ നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച തുക എത്രയാണെന്നറിയോ? SDRF ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ. സർ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ പിന്നെ ബാക്കി കൊടുക്കാമെന്ന് നിങ്ങളിപ്പോ മറുപടി പറയുമ്പോൾ പറയും. പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം, തുടർ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ ജനം കൊടുത്തതായ 750ഓളം കോടി രൂപയുണ്ട് സർ. ആ കോടി രൂപയിൽ നിന്ന് 1 കോടിയോ 2 കോടിയോ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഒരു കാര്യം ഇതിൽ വിഷയമല്ലാത്തത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകളായ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് സർ 125 ലക്ഷം രൂപയാണ്. പാവപ്പെട്ട ദുരന്തബാധിതരുടെ ചികിത്സക്ക് നിങ്ങൾ ചെലവഴിക്കുന്ന തുക 5 ലക്ഷം. അതിനുള്ള മാനദണ്ഡം നിങ്ങൾ തീരുമാനിച്ചത് ഈ ഫെബ്രുവരി മാസത്തിൽ. സർ, ഒരു സർക്കാരിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടോ? ഒരു സർക്കാരിന്റെ ഏകോപനം ഇവിടെയുണ്ടോ? വി അരുൺ ചേരുന്നു. അരുൺ, വളരെ പെട്ടെന്ന് ഇനി പുനരധിവാസത്തിലേക്ക് കടക്കും എന്ന് സർക്കാർ പറയുമ്പോഴും ഇത് നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതത്വം പ്രതിപക്ഷം എല്ലാ സമയത്തും ഉന്നയിക്കുന്ന കാര്യമാണ്. ഏതെല്ലാം തരത്തിലായിരുന്നു ഇതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മറുപടികളും? വയനാട് പുനരധിവാസം അനിശ്ചിതമായി നീണ്ടുപോകുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസിലെ പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും ഒരു വലിയ പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത്. നേരത്തെ തന്നെ ഈ മാസം അവസാനത്തോടുകൂടി അവിടെ പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൃത്യമായ തീയതി മാർച്ച് 27-ന് അവിടെ വയനാട് ടൗൺഷിപ്പ് തറക്കല്ലിടൽ നടത്തുമെന്ന് മന്ത്രി രാജൻ പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ ദുരിതബാധിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. അവർക്ക് ദിവസം 300 രൂപ നൽകിയിരുന്നു, അതില്ലാതായി. അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പണം പോലും നൽകുന്നില്ല. അതിന്റെ മാനദണ്ഡം നിശ്ചയിച്ചത് കഴിഞ്ഞ മാസമാണ്. തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അവിടുത്തെ കർഷകർ, വ്യവസായികളെല്ലാം വലിയ ദുരിതത്തിലാണ്. സർക്കാർ എന്നിട്ടും ഇത് കണ്ടു നടിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഒരു തരത്തിലും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചില്ല, മനഃപൂർവ്വം വൈകിപ്പിച്ചില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഒരു കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്നും ശക്തമായ വിമർശന വിഷയത്തിൽ ഉന്നയിച്ചു. അതിൽ ഭരണ പ്രതിപക്ഷങ്ങൾ യോജിക്കുകയും ചെയ്തു. ഏതായാലും അവരുടെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി പരിഹരിക്കും, പുനരധിവാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ഉറപ്പാണ് ഇന്നും മന്ത്രി സഭയ്ക്ക് നൽകിയത്. പക്ഷേ 8 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ആ പട്ടിക പോലും, ഗുണഭോക്താക്കളുടെ പട്ടിക പോലും തയ്യാറാക്കാൻ കഴിയാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വി അരുൺ വിവരങ്ങൾ.